നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. വെടിനിർത്തലിന് തയ്യാറെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്. ബന്ദികളുടെ മോചനത്തിന് ഒരു മാനുഷിക ഇടനാഴി സൃഷ്ടിക്കുവാൻ വീണ്ടും ഒരു താൽക്കാലിക വെടിനിർത്തലിന് തന്റെ രാജ്യം തയ്യാറെന്ന് അംബാസഡർമാരുടെ യോഗത്തിൽ ഹെർസോഗ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏത് ചർച്ചയ്ക്കും തയ്യാറാണെന്ന് ഹമാസിന്റെ മുതിർന്ന നേതാവായ ബാസിൻ നൌം പറഞ്ഞു. തങ്ങളുടെ ജനതയ്ക്ക് മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കുവാനും അവർക്ക് സഹായം എത്തിക്കുവാനുള്ള ഏതൊരു ശ്രമത്തെയും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഗസയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറിൻ പ്രസ് അസോസിയേഷൻ ഇസ്രായേൽ സുപ്രീം കോടതിയെ സമീപിച്ചു. നിലവിൽ പട്ടാളക്കാരുടെ സാന്നിധ്യത്തിൽ പരിമിതമായ അനുമതിയാണ് മാധ്യമപ്രവർത്തകർക്ക് ഗസയിലുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ച് നിരവധി തവണ ഇസ്രായേൽ സർക്കാരിന് അപേക്ഷ നൽകിയെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും FPA കോടതിയെ അറിയിച്ചു. അതേസമയം ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് മാത്രമാണ് വിലക്കുള്ളതെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ഇസ്രായേലിന് ഉൽപ്പന്നമെത്തിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചതെന്ന് ഹൂതികൾ ആരോപിച്ചു. ചെങ്കടൽ ബഹുരാഷ്ട്ര സേനയുടെ ശവപ്പറമ്പാകുമെന്നും നിങ്ങളുടെ കപ്പൽ വ്യൂഹങ്ങളും വിമാനവാഹിനികളും മുക്കിക്കളയാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നും ഹൂതികൾ അറിയിച്ചു. ഇതിനിടെ ഒരു സൈനികനെ കൂടി ഹമാസ് വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഇതോടെ ഇന്ന് കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 3 നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന അറിയിച്ചു. അതേസമയം ഇസ്രായേലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കി ഹമാസ്. മാസങ്ങൾ നീളുന്ന പോരാട്ടത്തിനായി 35,000 പോരാളികൾ സജ്ജമാണെന്ന് ഹമാസ് മുൻ തലവനും മുതിർന്ന നേതാവുമായ ഖാലിദ് മിഷേൽ അറിയിച്ചു. ദിവസം തോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇസ്താംബുളിൽ നടന്ന സന്ദർശനത്തിനിടയിൽ തുർക്കി മാധ്യമമായ എനി സഫാക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഖാലിദ് മിഷേൽ ഹമാസിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ദിവസവും മുതിർന്ന ഇസ്രായേൽ സൈനികരാണ് മരിച്ചു വീഴുന്നത്. അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാനാകില്ലെന്ന് മാത്രമല്ല അവരുടെ ബന്ദികളെ രക്ഷിക്കാനുമാകില്ല. ഫലസ്തീനികളെ ഈജിപ്തിലേക്ക് അയക്കുവാനുള്ള പദ്ധതിയും വിജയിക്കില്ല, മിഷേൽ വ്യക്തമാക്കി. വെള്ളക്കൊടി വീശി കീഴടങ്ങാൻ ഇസ്രായേലിന് പോരാളികളെ കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിൽ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേരെ തിരിച്ചാണ് ഗസയിലെ സാഹചര്യം. ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിലും ആദ്യത്തെ ദിവസം പോലെയാണ് ഖസാം പോരാളികൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹമാസ് നേതാവ് വെളിപ്പെടുത്തി. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള സഹായങ്ങൾ ഇസ്രായേലിന് നൽകുകയായിരുന്നു US. എന്നാൽ അതിന്റെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണവർ. ഗസയിലെ സിവിലിയന്മാരുടെ മരണം നിരന്തരം അന്താരാഷ്ട്ര തലത്തിൽ പരാമർശിക്കപ്പെടുന്നു. ഈ സാഹചര്യം US-നെ ആശങ്കപ്പെടുത്തുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. വോട്ട് നഷ്ടപ്പെടുമെന്ന ഭീതിയുമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് മോശം പ്രതിച്ഛായയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പതുക്കെ പിൻവാങ്ങാനാണ് ഇപ്പോൾ US പ്രസിഡന്റ് ബൈഡൻ നീക്കം നടത്തുന്നതെന്നും ഖാലിദ് മിഷേൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സൈനികരുടെയും മറ്റും ഭാര്യമാർക്ക് വിവാഹമോചനത്തിന് പ്രത്യേക മതകോടതി രൂപവൽക്കരിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേൽ ചീഫ് റബ്ബി ഡേവിഡ് ലോയാണ് തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഗസ യുദ്ധത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ വിവാഹമോചന നടപടികൾ കാര്യക്ഷമമാക്കാനാണ് ഈ നടപടിയെന്ന് ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് ചെയ്തു. ജൂതമത നിയമപ്രകാരം സ്ത്രീകൾക്ക് വിവാഹമോചനം നേടാൻ കർശനമായ വ്യവസ്ഥകളുണ്ട്. ഭർത്താവ് വിവാഹമോചനം അംഗീകരിച്ച് ഗെറ്റ് എന്നറിയപ്പെടുന്ന രേഖ മതകോടതി മുമ്പാകെ ഹാജരാക്കണം. ഈ രേഖയില്ലാതെ സ്ത്രീകൾക്ക് പുനർവിവാഹം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും വിവാഹം ചെയ്ത കുട്ടി ജനിച്ചാൽ അത്തരം കുട്ടികൾക്ക് ഔദ്യോഗികമായി പിതൃത്വം അനുവദിച്ചു കൊടുക്കില്ല. അതേസമയം പുരുഷന്മാർക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മതപരമായ ഈ തടസ്സം നീക്കാനാണ് പ്രത്യേക റബിനിക്കൽ കോടതി സ്ഥാപിക്കുന്നത്. ഭർത്താവ് മരിച്ചുവെന്നും ജീവിച്ചിരിപ്പുണ്ടെന്നതിന് തെളിവില്ല എന്നും ബോധ്യപ്പെട്ടാൽ മതകോടതി വിവാഹമോചനം അനുവദിക്കും. റബ്ബി ലോ, റബ്ബി എലീസർ, ഇഗ്ര, റബ്ബി സ്വി, ബെൻ യാക്കോബ് എന്നീ 3 ജഡ്ജിമാരാണ് കോടതിയിൽ ഉണ്ടാവുക. യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ വിവാഹമോചന കേസുകളും ഈ പ്രത്യേക കോടതിയിലേക്ക് നേരിട്ട് റഫർ ചെയ്യണമെന്ന് റബിനിക്കൽ കോടതി ഡയറക്ടർ റബ്ബി എലി ബെൻ ദഹാൻ അറിയിച്ചു. അതേസമയം ഗസയിലെ സാധാരണക്കാരെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ബോധപൂർവമാണെന്ന് അമേരിക്കയിലെ പകുതി യുവാക്കളും വിശ്വസിക്കുന്നതായി സർവേ റിപ്പോർട്ട്. ഗസയിലെ സാധാരണക്കാരെ മാത്രം ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ബോധപൂർവമാണ് ഇത്തരമൊരു ആക്രമണം നടത്തുന്നതെന്ന് അമേരിക്കയിലെ 48% യുവാക്കളും വിശ്വസിക്കുന്നതായാണ് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച പുതിയ സർവേയിൽ പറയുന്നത്. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വീകരിക്കുന്ന സമീപനത്തെയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അമേരിക്കയുടെ നിലപാടിനെയും 18-29 വയസ്സുവരെ പ്രായമുള്ളവർ സർവേ റിപ്പോർട്ട് പ്രകാരം വിമർശിക്കുന്നുണ്ട്. അതേസമയം 65 വയസ്സും അതിന് മുകളിലുള്ളവർ ഫലസ്തീനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തെ അനുകൂലിക്കുകയും ഇസ്രായേലിനുള്ള പിന്തുണ അമേരിക്ക തുടരണമെന്ന് ആവശ്യപ്പെടുന്നവരുമാണ്. സർവേയിൽ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ പൂർണ്ണമായും എതിർത്തുകൊണ്ടാണ് അമേരിക്കയുടെ യുവാക്കൾ വോട്ട് രേഖപ്പെടുത്തിയത്. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേൽ അത്തരമൊരു ആലോചനയിൽ നിന്ന് പിന്മാറണമെന്നും ബന്ദികളെ സുരക്ഷിതമാക്കണമെന്നും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് 70% പേരും സർവേയിൽ ആവശ്യപ്പെടുന്നത്.
46% യുവാക്കൾ ഫലസ്തീനികളോട് അനുഭാവം പുലർത്തുമ്പോൾ 27% പേർ മാത്രമാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്. അതേസമയം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം പ്രസിഡന്റ് ജോ ബൈഡൻ കൈകാര്യം ചെയ്യുന്ന രീതി അംഗീകരിക്കുന്നില്ല എന്നാണ് അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുത്ത 70%-ലധികം അമേരിക്കക്കാരും പറഞ്ഞത്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം 2.5 മാസം പിന്നിടുന്ന വേളയിലാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഈ സർവേ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇതുവരെ 19,667 ഫലസ്തീനികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. യുദ്ധത്തിൽ 1,200 ഇസ്രായേലികളും വിദേശ പൗരന്മാരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. ഗസയിലെ റെസിഡൻഷ്യൽ ഏരിയകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, UN ഷെൽട്ടറുകൾ എന്നിവ ലക്ഷ്യമാക്കി ഇപ്പോഴും ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്നുണ്ട്. ഇസ്രായേൽ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിക്കുകയാണെന്ന് വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ ഇതിനോടകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രായേലിന് എല്ലാവിധത്തിലുമുള്ള നയതന്ത്ര പിന്തുണയും US നൽകുന്നുണ്ട്. ബില്യൺ കണക്കിന് ഡോളർ സൈനിക സഹായവും US നൽകിക്കഴിഞ്ഞു. ഫലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ US-ലെ പ്രധാന നഗരങ്ങളിലടക്കം വലിയ ബഹുജന പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ അമേരിക്കയിലെ യുവാക്കൾ രംഗത്തെത്തുമ്പോഴും പോൾ ചെയ്ത എല്ലാ പ്രായക്കാർക്കിടയിലും ബൈഡൻ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനോട് വ്യാപകമായ വിയോജിപ്പുണ്ട്. നന്ദി, നമസ്കാരം.